നമ്മുടെ നാട്ടിലും മുന്തിരി വളരെ നന്നായി വളരും എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഏകദേശം ഒരു 1.5 വർഷമേ ആയിട്ടുള്ളൂ. ആ സമയത്ത് എനിക്ക് ഗിഫ്റ്റായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നതാണ് മുന്തിരി ചെടി. അപ്പോൾ ഞാനത് നട്ട് വളർത്തി നന്നായിട്ട് അത് വളർന്ന് പന്തൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സമയം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൂണിംഗ് ആണ്. ഇതുപോലെ ഇങ്ങനെ വെറുതെ ഒരുപാട് വളർത്തി വിട്ടതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇതിൻ്റെ അകത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് വളരെ ചുരുക്കം മാത്രമേ ഇതിൻ്റെ അകത്ത് കായ് പിടിക്കുകയുള്ളൂ, മുന്തിരി പിടിക്കുകയുള്ളൂ. അതേസമയം ഇത് നമ്മളതിന് കൃത്യമായ ഒരു സമയത്ത് പ്രൂണിങ് നടത്തണം. ഇല്ലെങ്കിൽ ഇതുപോലെ വെറുതെ ഇങ്ങനെ പടർന്ന് പോവുകയാണ് ചെയ്യുക. അതിനിടയിൽ ഇടയ്ക്കൊരു മുന്തിരിക്കുലകളൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് നിറയെ മുന്തിരി കായ്ച്ച് കിട്ടണമെങ്കിൽ ഇതിനെ കൃത്യമായി പ്രൂണിങ് ചെയ്യണം. പ്രൂണിങ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ സമയം, പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് നല്ല വെയിലുള്ള സമയമായിരിക്കണം. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഒന്നുകിൽ ഒരു മഴയൊക്കെ തീർന്ന് ഡിസംബർ ലാസ്റ്റ് ഈ സമയത്ത് ഏകദേശം നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ മുന്തിരി താഴെ പന്തൽ വളർത്തിയതിന് ശേഷം 2ാം നിലയിലോട്ട് ഇതുപോലെ ആക്കിയിട്ട് വളർത്തി കയറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു തണ്ട് മുകളിലേക്ക് കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ അത് വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ താഴെയൊക്കെ വളർത്തിയതിന് ശേഷം മുകളിലേക്ക് കയറ്റി വിട്ടതാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൂണിംഗ് ആണ്. അത് നടത്തിയാൽ മാത്രമേ നമുക്ക് നിറയെ മുന്തിരി കിട്ടുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ഏകദേശം നമുക്കൊരു മെയിൻ തണ്ടിൽ നിന്ന് വളർന്നു പോകുന്ന ചെറിയ ചെറിയ തണ്ടുകളും അതുപോലെ അതിൻ്റെ എല്ലാ ചപ്പമൊക്കെ ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇതുപോലെയാണ് ചെയ്യുക. ഒരു 3-4 കമ്പ്, 3-4 മുട്ടിനപ്പുറത്തേക്ക് മെയിൻ കമ്പിൽ നിന്ന് പോകുന്ന പ്രധാനപ്പെട്ട അതിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നും ചിലപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്താൽ അതിലേക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും അത് കട്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്ത് നിറയെ മുന്തിരി കൊലകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു 2-3 മുട്ടുകൾക്ക് ശേഷം മെയിൻ തണ്ടിൽ നിന്ന് പോകുന്ന ചെറിയ ചെറിയ തണ്ടുകൾ, മെയിൻ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് വീണ്ടും പടർന്ന് പിടിക്കില്ല. അതുകൊണ്ട് തന്നെ മെയിൻ തണ്ട് അങ്ങ് മുകളിലേക്ക് വിട്ടിട്ട് അതിൽ ശാഖകൾ വന്നിരിക്കുന്ന അതിൻ്റെ ഒരു 2-3 മുട്ടുകൾക്കുള്ളതിന് ശേഷമുള്ളത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിൽ നിന്നുണ്ടാവുന്ന പുതിയ മുകുളങ്ങൾ, ഇനി വരുന്ന പുതിയ മുകുളത്തിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് മുന്തിരിയുടെ പൂവ് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ നന്നായിട്ടത് കട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാ ശിഖരങ്ങളും ഒരു 3 മുട്ടുകൾ എന്തായാലും വെക്കണം. നമുക്കൊരു 3 മുട്ടുകൾ ഏറ്റവും കുറഞ്ഞത്. കാരണം ആ 3 മുട്ടുകളിൽ നിന്നും അതിൻ്റെ പുതിയ നാമ്പുകൾ വരും. ആ നാമ്പുകളിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ കൂടെ പൂങ്കുലയോടെയാണ് വരിക. അപ്പം നമുക്കതൊന്ന് നോക്കാം. ഇത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തു കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ മെയിൻ ശിഖരത്തിൽ നിന്ന് വരുന്ന കമ്പ് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ വലിയ തടിയുള്ള കമ്പായിട്ട് മാറിയിട്ടുണ്ടാകും. ചെറിയൊരു കമ്പായിട്ട് വന്നിട്ട് പിന്നെ അത് വലുതാകാനൊക്കെ സാധ്യതയുണ്ട്. അതിൻ്റെ തടി വലുതായിട്ടുണ്ടാകും. അപ്പോൾ ആ തടി അടിയിൽ നിന്ന് കട്ട് ചെയ്ത് പോകരുത്. മെയിൻ തണ്ടിൽ നിന്ന് വന്ന ശിഖരത്തിൽ നിന്നും ചെറിയ തണ്ടുകൾ വന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് തലയിലെത്തുമ്പോൾ വലിയ തണ്ടായിട്ട് മാറിയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആ തണ്ടിൽ നിന്നും ചെറിയ തണ്ട് വീണ്ടും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിഖരങ്ങൾ മാത്രമേ വെട്ടിക്കൊടുക്കാവൂ. ഇല്ലെങ്കിൽ പിന്നെ മൊത്തം നമ്മുടെ ചെടി മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് മെയിൻ തണ്ടിൽ നിന്നും വന്ന തണ്ടുകൾ ശ്രദ്ധിച്ച് നോക്കി അതിന് വേറെ ശിഖരങ്ങൾ വന്നിട്ടുണ്ടോ നോക്കി, അതിന് വേറെ ശിഖരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ശിഖരങ്ങൾ വെട്ടിയാൽ മതി. ഇല്ല എങ്കിൽ ആദ്യത്തെ ഈ പറഞ്ഞ മെയിൻ തണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന ശിഖരം തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. ശ്രദ്ധിക്കണം, അത് പ്രത്യേകം ഞാൻ പറഞ്ഞൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുക. മെയിൻ തണ്ടിൽ നിന്നും ശിഖരം വന്നു, അതിന് വീണ്ടും ശിഖരം വന്നിട്ടുണ്ടെങ്കിൽ ആ ശിഖരം മെയിൻ തണ്ടിൻ്റെ അടുത്ത് നിന്ന് വെട്ടരുത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് ശ്രദ്ധിക്കണം. ആ ശിഖരം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള ശിഖരം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ ചെടി മുഴുവനായിട്ടും തീർന്നു പോകും. അങ്ങനെയും ചെയ്യരുത്. അപ്പം ഇതുപോലെ ഇപ്പോൾ അതായത് ഈ ഒരു തണ്ടിന് വീണ്ടും ശിഖരങ്ങളുണ്ട്, ചെറിയ ശിഖരങ്ങളുണ്ട്. അപ്പോൾ മെയിൻ തണ്ട് കട്ട് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതുപോലെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡിലേക്ക് വന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കാം.
ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിങ്ങനെ പടർന്ന് പിടിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ പടർന്ന് പിടിച്ചതുകൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് മുന്തിരി ഉണ്ടാകാൻ വേണ്ടിയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ ആ തണ്ടിൽ നമുക്ക് ഏറ്റവും താഴെയുള്ളത്, പക്ഷേ അവിടെ ശിഖരം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ മെയിൻ തണ്ടിൽ നിന്ന് തുടങ്ങിയപ്പോൾ കട്ട് ചെയ്തിട്ടില്ല. അതിന് പകരം അതിൻ്റെ പുതിയ ശിഖരം വന്ന് ആ ശിഖരത്തിൽ നിന്നും ശിഖരം വന്നതുകൊണ്ട് അതിന് ശേഷമുള്ളത് മാത്രമേ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും പ്രൂൺ ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു തെറ്റാണ്, നമ്മൾ മെയിൻ തണ്ടിൽ നിന്ന് വരുന്ന എല്ലാ ശിഖരങ്ങളും വെട്ടിയാൻ കളയും. അപ്പം പിന്നെ പന്തൽ തീരെ ഇല്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ ചെയ്യരുത്, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നന്നായിട്ട് കഴിഞ്ഞ വർഷം എനിക്കിതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നന്നായിട്ട്. കാരണം 1-1.5 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഒരു മുന്തിരി ചെടിയുടെ പ്രധാനപ്പെട്ട വളർച്ചാ കാലഘട്ടം എന്ന് പറയുന്നത് കണക്ക് പ്രകാരം ഏറ്റവും കുറഞ്ഞത് ഏകദേശം ഒരു 20 വർഷത്തിലധികം നിൽക്കുന്ന പറയുന്നത്. അപ്പോൾ അതിപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഒരാഴ്ചത്തോളം ഇതിന് വെള്ളം ഇതൊന്നും കൊടുക്കാതെ വെക്കണം. കാരണം നമുക്ക് നോക്കുമ്പോൾ ഇത് ഈ തണ്ടൊക്കെ ഉണങ്ങിയതുപോലെയൊക്കെ തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല. അതിനെ ഒന്ന് വാട്ടി വെക്കുകയാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അതിന് ശേഷമാണ് പ്രൂൺ ചെയ്യേണ്ടത്. പ്രൂൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ പിന്നെ ചുവട് ഒന്ന് വൃത്തിയാക്കി, പിന്നെ നന്നായിട്ട് വളം പരമാവധി, പിന്നെ ജൈവവളങ്ങളാണ് മുന്തിരിക്ക് ഏറ്റവും നന്നായിട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ജൈവവളം ചെയ്യാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ എല്ലാ തണ്ടുകളൊക്കെ ഒന്ന് വെട്ടി നല്ല വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് പൂവ് ഇടുന്ന സമയത്തുള്ള കാഴ്ചയും അതുപോലെ കൂടുതൽ വരുന്ന മുന്തിരിയുടെ കാഴ്ചയൊക്കെ ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.